പണത്തോടുള്ള അത്യാഗ്രഹം, ആഡംബര ജീവിതത്തോടുള്ള ഭ്രമം, ഇങ്ങനെയുള്ള സ്ത്രീകളാണ് പലപ്പോഴും ക്രിമിനലുകളായി മാറുന്നത്. അതിനായി അവർ ഏതു മാർഗവും സ്വീകരിക്കും. തട്ടിപ്പ് സംഘങ്ങൾക്കൊപ്പം കൂട്ടുകൂടും, കൈക്കൂലിയായി പണം വാങ്ങും. ഈ സമീപകാലത്ത് പുറത്തു വന്ന പല തട്ടിപ്പ് കേസുകളും പരിശോധിച്ചാൽ അതിലൊരു സ്ത്രീയുടെ പങ്കുണ്ടാകും. തട്ടിപ്പ് സംഘങ്ങൾ സ്ത്രീകളെ കൂട്ടുപിടിക്കാൻ കാരണങ്ങൾ പലതുണ്ട്. ആരെയും ആകർഷിക്കുന്ന സ്വഭാവ സവിശേഷത, സത്യം മറച്ചുവെക്കാനുള്ള അപാരമായ കഴിവ്, നുണകൾ പറഞ്ഞു വിശ്വസിപ്പിക്കാനുള്ള മിടുക്ക്. സ്ത്രീ ആയതിനാൽ ആളുകൾ സംശയിക്കില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട 2 പേരുകളുണ്ട്. കൊച്ചിയിൽ കൈക്കൂലി കേസിൽ പിടിയിലായ സ്വപ്ന, വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഡോക്ടർ കാർത്തിക. ആഡംബര ജീവിതം നയിക്കാനുള്ള ആഗ്രഹമാണ് 2 പേരെയും അഴിക്കുള്ളിലാക്കിയത്. യുക്രൈനിൽ മെഡിസിൻ പഠനം പൂർത്തിയാക്കിയ കാർത്തിക എങ്ങനെയാണ് തട്ടിപ്പുകാരിയായി മാറിയത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. യുക്രൈനിൽ നിന്ന് മെഡിസിനിൽ ബിരുദം, ഇൻസ്റ്റഗ്രാമിൽ 10,000-ഓളം ഫോളോവേഴ്സ്, പഠന സമയത്ത് സഹപാഠിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടി തുടക്കം, പിന്നീട് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ്, സീരിയൽ നടിയുടെ സഹോദരനുമായുള്ള പ്രണയം. അങ്ങനെ സംഭവബഹുലമായ തട്ടിപ്പ് ജീവിതമാണ് ഡോക്ടർ കാർത്തികയുടേത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കാർത്തിക പ്രദീപിന്റെ അറസ്റ്റോടെ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന കഥകൾ. എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ മറവിൽ യുവതി തട്ടിപ്പിനിരയാക്കിയത് നിരവധി ചെറുപ്പക്കാരെയാണ്. ലണ്ടനിൽ സൂപ്പർ മാർക്കറ്റിൽ 7 ദിവസം കൊണ്ട് ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ഒട്ടേറെ യുവാക്കളിൽ നിന്ന് കോടികളാണ് കാർത്തിക തട്ടിയെടുത്തത്. ഇവരുടെ MBBS ബിരുദവും വ്യാജമാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. UK-യിൽ ജോലി നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ചാണ് കാർത്തിക പ്രദീപ് ആളുകളിൽ നിന്നും പണം തട്ടിയെടുത്തത്. 2022 മുതൽ കാർത്തികയ്ക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യുക്രൈനിൽ ഡോക്ടറാണെന്ന് പറയുന്ന കാർത്തികയുടെ MBBS ബിരുദം ചോദ്യചിഹ്നമാവുകയാണ്. കാർത്തിക പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിലെ മലയാളി വിദ്യാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയതായി പരാതിയുണ്ട്. ഈ കേസിൽ കുടുങ്ങിയതോടെ കാർത്തികയ്ക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു. ആ തട്ടിപ്പിൽ മലയാളി അസോസിയേഷൻ അടക്കം ഇടപെട്ടിരുന്നു. അതിനുശേഷം കേരളത്തിലെത്തി കാർത്തിക തട്ടിപ്പ് തുടർന്നു. അങ്ങനെയാണ് കൊച്ചിയിൽ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ആരംഭിക്കുന്നത്. തുടർന്ന് ആ സ്ഥാപനം വഴിയായി തട്ടിപ്പ്. 2022-ൽ അർമേനിയയിൽ പ്രവർത്തിക്കുന്ന ബിഗ്സ് എന്ന എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ പാർട്ണറാണെന്ന് ധരിപ്പിച്ച് പണം തട്ടിയ കേസിൽ കോഴിക്കോട് ഫാറൂഖ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലണ്ടനിൽ സൂപ്പർ മാർക്കറ്റിൽ 7 ദിവസം കൊണ്ട് ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് നിരവധി പേരുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തു. കേരളത്തിൽ നിരവധി പേരാണ് കാർത്തികയുടെ തട്ടിപ്പിൽ കുടുങ്ങിയത്. പത്തനംതിട്ട സ്വദേശിയായ കാർത്തികയ്ക്കെതിരെ ഒട്ടുമിക്ക ജില്ലകളിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പണം തിരികെ ആവശ്യപ്പെട്ടവർക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് കാർത്തിക ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളാണ് ഓരോരുത്തരിൽ നിന്നും ഈടാക്കിയത്. 7 ദിവസത്തിനകം ജോലി നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. എന്നാൽ പറഞ്ഞ സമയത്ത് വിസയും ജോലിയും തരപ്പെടുത്തി നൽകിയില്ല. ഇതോടെയാണ് പരാതിയുമായി ഉദ്യോഗാർത്ഥികൾ രംഗത്ത് വന്നത്. UK-യിൽ സോഷ്യൽ വർക്കർ ജോലി വാഗ്ദാനം ചെയ്ത് 5,23,000 രൂപ കൈപ്പറ്റിയെന്ന തൃശൂർ സ്വദേശിയുടെ പരാതിയിലാണ് കേസ് എടുത്തിട്ടുള്ളത്. കാർത്തികയുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ കലൂർ ശാഖയിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം നൽകിയത്. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് കാർത്തിക 3 കോടി രൂപയോളം തട്ടിയെടുത്തത്. കൊച്ചി പുല്ലേപ്പടിയിൽ പ്രവർത്തിക്കുന്ന കാർത്തികയുടെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ആവശ്യമായ ലൈസൻസ് കാർത്തികയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിനില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് വ്യക്തമാക്കി. പോലീസ് അന്വേഷണം തുടങ്ങിയതറിഞ്ഞതോടെ കൊച്ചിയിലെ സ്ഥാപനം പൂട്ടി കാർത്തിക ഒളിവിലായിരുന്നു. തുടർന്നാണ് കാർത്തികയെ കോഴിക്കോട് നിന്നും അറസ്റ്റ് ചെയ്തത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തിട്ടുള്ളത്.
ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്നും 3 മുതൽ 8 ലക്ഷം രൂപ വരെയാണ് കാർത്തിക തട്ടിയെടുത്തതായി കണ്ടെത്തിയത്. പത്തനംതിട്ട സ്വദേശിയായ കാർത്തിക തൃശൂരിലാണ് താമസിക്കുന്നത്. കൊച്ചിയിൽ മാത്രം 30 ലക്ഷം രൂപ ഇവർ പലരിൽ നിന്നും വാങ്ങിയതായി പറയുന്നു. ന്യൂസ് 18 കൊച്ചി. കൈക്കൂലി വാങ്ങാൻ ഏജന്റുമാർ, ഒരു മാസത്തെ കിമ്പളം 3 ലക്ഷം. പാവങ്ങളെ കൊള്ളയടിച്ച് കിട്ടുന്ന പണം കൊണ്ട് കൊച്ചിയിൽ ആഡംബര ഫ്ളാറ്റും തൃശ്ശൂരിൽ വീടും സ്വന്തം. കൊച്ചിയിൽ വിജിലൻസിന്റെ പിടിയിലായ സ്വപ്ന ആള് ചില്ലറക്കാരിയല്ല. എന്നാൽ താനാണ് കൊച്ചിൻ കോർപ്പറേഷൻ ഏറ്റവും കുറവ് കൈക്കൂലി വാങ്ങുന്നതെന്നാണ് അവർ വിജിലൻസിന് മൊഴി നൽകിയത്. ബിൽഡിംഗ് ഇൻസ്പെക്ടർമാർ കൂട്ടമായി കൈക്കൂലി വാങ്ങി വീതം വയ്ക്കാറുണ്ടെന്നും കൈക്കൂലിക്ക് കൊച്ചിൻ കോർപ്പറേഷനിൽ പ്രത്യേക റേറ്റ് നിലവിലുണ്ടെന്നും മൊഴിയിൽ പറയുന്നു. സ്വപ്നയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിനും വിജിലൻസ് തയ്യാറെടുക്കുകയാണ്. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയുടെ സ്വത്ത് സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം തുടങ്ങി. സ്വപ്നയുടെ മണ്ണുത്തിലെ വീട്, കൊച്ചിയിലെ ഫ്ളാറ്റ് എന്നിവിടങ്ങളിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി. കോർപ്പറേഷൻ വൈറ്റ്ല സോണൽ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ സമീപകാലത്ത് സ്വപ്ന അനുവദിച്ച പെർമിറ്റുകളുടെ നിരവധി രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തു. ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയുടെ കൈക്കൂലി വരുമാനം മാസം 3 ലക്ഷം രൂപയെന്നാണ് സൂചന. കൈക്കൂലി പണം ഉപയോഗിച്ച് ഇവർ വീടും സ്ഥലവും വാങ്ങിയതായി കണ്ടെത്തി. താനാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ ഏറ്റവും കുറവ് കൈക്കൂലി വാങ്ങുന്നതെന്നാണ് സ്വപ്ന മൊഴി നൽകിയത്. ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും കൈക്കൂലിക്കാരാണ്. ബിൽഡിംഗ് ഇൻസ്പെക്ടർമാർ കൂട്ടമായി കൈക്കൂലി വാങ്ങി വീതം വെക്കാറുണ്ടെന്നും കൈക്കൂലിക്ക് കൊച്ചിൻ കോർപ്പറേഷനിൽ പ്രത്യേക റേറ്റ് നിലവിലുണ്ടെന്നും സ്വപ്ന മൊഴിയിൽ പറയുന്നു. കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയ്ക്കെതിരെ വ്യാപകമായി പരാതി ലഭിച്ചിരുന്നതായി വിജിലൻസ് പറയുന്നു. 4 മാസത്തിലധികമായി വിജിലൻസ് സ്വപ്നയുടെ പിന്നാലെയായിരുന്നു. ഏജന്റുമാർ വഴി പണം വാങ്ങുന്നതിനാൽ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിക്കാനായില്ല. ഒടുവിൽ എറണാകുളം സ്വദേശി 5 നില കെട്ടിടം നിർമ്മിക്കുന്നതിന് പെർമിറ്റ് തേടിയെത്തിയപ്പോൾ കൈക്കൂലി ആവശ്യപ്പെട്ടതോടെയാണ് ഇവരെ കുടുക്കാനുള്ള പദ്ധതികൾ വിജിലൻസ് രൂപം നൽകിയത്. തൃശൂരിലേക്ക് പോകുന്നതിനിടെ പണം വാങ്ങാനായിരുന്നു തീരുമാനം. അതിൽ തന്നെ പലതവണ ഇവർ പണം വാങ്ങുന്നതിനുള്ള സ്ഥലം മാറ്റിക്കൊണ്ടിരുന്നു. സ്വപ്ന പറഞ്ഞ 3 വിജിലൻസ് നൽകിയ പണവുമായി കെട്ടിട ഉടമ എത്തിയെങ്കിലും സ്വപ്ന വന്നില്ല. വൈറ്റില പൊന്നുരുന്നി പാലത്തിനടുത്തെത്താൻ നിർദ്ദേശിച്ചു. അവിടെ എത്തി പണം കൈമാറുന്നതിനിടെ വിജിലൻസ് സ്വപ്നയെ പിടികൂടി. വിജിലൻസ് സംസ്ഥാന തലത്തിൽ തയ്യാറാക്കിയ അഴിമതിക്കാരുടെ പട്ടികയിലും ഇവർ ഉൾപ്പെട്ടിരുന്നു. സാധാരണ വിശ്വസ്തരായ ഏജന്റുമാരാണ് സ്വപ്നയ്ക്ക് വേണ്ടി പണം വാങ്ങാറുള്ളതെന്ന് വിജിലൻസ് പറയുന്നു. കെട്ടിട നിർമ്മാണ പെർമിറ്റിന് സ്വന്തം കാറിൽ വന്ന് 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ബുധനാഴ്ച തൃശൂർ മണ്ണുത്തി പൊള്ളന്നൂർ സ്വദേശി സ്വപ്ന വിജിലൻസിന്റെ പിടിയിലായത്. എറണാകുളം സ്വദേശിയുടെ പരാതിയിലായിരുന്നു അറസ്റ്റ്. തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ സ്വപ്നയെ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സ്വപ്നയെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട വിജിലൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ജോലി കഴിഞ്ഞ് രാത്രിയിൽ ട്രെയിനിലും ബസ്സിലും യാത്ര ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന സംഭവം. കണ്ണൂർ തലശ്ശേരിയിൽ 32-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസ് ഏറെ ഭയപ്പെടുത്തുന്നതാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഇടവഴിയിൽ വെച്ച് 5-അംഗ സംഘമാണ് യുവതിയെ വലിച്ചിടച്ചു കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചത്. കേസിൽ ഒരു മലയാളി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവർ നിരവധി കേസുകളിലെ പ്രതികളെന്നാണ് സൂചന. മറ്റു പ്രതികളെക്കുറിച്ചും
പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഏപ്രിൽ 26-നാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് 5-അംഗ സംഘം യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. കൂത്തുപറമ്പ് സ്വദേശിനിയായ 29 വയസ്സുകാരിയെ ഇതര സംസ്ഥാനക്കാർ ഉൾപ്പെടുന്ന സംഘം പീഡിപ്പിച്ചതായാണ് പരാതി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിൽ വെച്ച് കടന്നുപിടിക്കാൻ ശ്രമിച്ചു. ബഹളം വെച്ചപ്പോൾ വായ പൊത്തിപ്പിടിച്ച് കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. അവശനിലയിലായ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. തനിക്ക് നേരിട്ട ദുരനുഭവം ഡോക്ടർമാരെ അറിയിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് അധികൃതരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഴപ്പിലങ്ങാട് സ്വദേശി പ്രജിത്ത്, ബീഹാർ സ്വദേശികളായ ആസിഫ്, സാഹബൂൽ എന്നിവരാണ് പിടിയിലായത്. ഇവർ നിരവധി കേസുകളിലെ പ്രതികളെന്നാണ് സൂചന. പിടിയിലാകാനുള്ള മറ്റ് 2 പേർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ASP PB കിരണിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് 18 കണ്ണൂർ. റാപ്പർ വേടനെതിരായ പുലിപ്പല്ല് കേസിൽ വനംവകുപ്പിന് വീഴ്ച സംഭവിച്ചോ? വീഴ്ച ഉണ്ടായെന്ന് പറയുമ്പോഴും ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുന്നതാണ് വനംവകുപ്പ് മേധാവിയുടെ റിപ്പോർട്ട്. കേസ് നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നു. എന്നാൽ റാപ്പറുടെ ശ്രീലങ്കൻ ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളും വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിയതും ശരിയായില്ലെന്ന് റിപ്പോർട്ടിലുണ്ട്. അതിനിടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം പുലിപ്പല്ല് തിരികെ നൽകിയാൽ മതിയെന്ന് വനംവകുപ്പിനെ വേടൻ അറിയിച്ചിട്ടുണ്ട്. വനം മേധാവി രാജേഷ് രവീന്ദ്രനാണ് സർക്കാർ നിർദ്ദേശപ്രകാരം വനം വകുപ്പിന്റെ നടപടിക്രമങ്ങൾ പരിശോധിച്ചത്. പുലിപ്പല്ലി കേസിൽ വനം വകുപ്പ് അനാവശ്യ തിടുക്കം കാണിച്ചെന്ന വിമർശനം സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറിയും വനം മന്ത്രിയും വകുപ്പിനെതിരെ വിമർശനവും ഉന്നയിച്ചു. ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളാതെയും എന്നാൽ വനം വകുപ്പിനെ ഭാഗികമായി ന്യായീകരിച്ചുമാണ് റിപ്പോർട്ട്. അറസ്റ്റ് നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടില്ല. എന്നാൽ റാപ്പറുടെ ശ്രീലങ്കൻ ബന്ധം സംബന്ധിച്ച ചർച്ചകൾ ശരിയായില്ല. വനംവകുപ്പ് ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ പരിശോധനകൾക്ക് ശേഷം വനം മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷമാകും വനം മന്ത്രിയുടെ നടപടി. പുലിപ്പല്ല് തിരികെ നൽകാൻ ഒരുങ്ങിയ വനം വകുപ്പിനെ അതിപ്പോൾ തിരികെ വേണ്ടെന്നാണ് വേടൻ അറിയിച്ചത്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മതിയെന്നും റാപ്പർ വേടൻ പറഞ്ഞു. പുലിപ്പല്ലി കേസിൽ ജാമ്യം ലഭിച്ച വേടനോട് ഇന്ന് രാവിലെയാണ് കോടനാട് ഫോറസ്റ്റ് ഓഫീസിലെത്താൻ വനം വകുപ്പ് ആവശ്യപ്പെട്ടത്. മൊബൈൽ ഫോണും പുലിപ്പല്ലടങ്ങുന്ന മാലയും തിരികെ നൽകിയെങ്കിലും മൊബൈൽ ഫോണും മാലയും മാത്രമാണ് വേടൻ വാങ്ങിയതെന്നാണ് വിവരം. പുലിപ്പല്ല് ശാസ്ത്രീയ പരിശോധന നടത്തി അതിന്റെ ഫലം എന്താണെന്ന് തനിക്ക് കൂടി അറിയണമെന്നും അതിനുശേഷം പുലിപ്പല്ലി സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കാമെന്നും വേടൻ വനം വകുപ്പിനെ അറിയിക്കുകയായിരുന്നു. എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ വേടനോ വനം വകുപ്പോ തയ്യാറായിട്ടില്ല. പുലിപ്പല്ലി കൈവശം വെച്ചതിന് വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ റാപ്പർ വേടന് ഏപ്രിൽ 30-നാണ് ജാമ്യം ലഭിച്ചത്. പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ടില്ലെന്നും ആരാധകൻ സമ്മാനിച്ച വസ്തു സ്വീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നും വേടൻ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു. ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നു. കോടതി നിർദ്ദേശിക്കുന്ന ഏത് ജാമ്യ വ്യവസ്ഥയും അംഗീകരിക്കാൻ തയ്യാറാണെന്നുമായിരുന്നു വേടൻ പറഞ്ഞത്.
ന്യൂസ് 18 തിരുവനന്തപുരം. കന്നഡ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. കന്നഡ കന്നഡ എന്ന് വിളിച്ചു പറയുന്നു. അവൻ ജനിക്കുന്നതിന് മുൻപ് ഞാൻ കന്നഡ ഗാനങ്ങൾ പാടി തുടങ്ങിയതാണ്. പഹൽഗാമിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഇതാണ് കാരണം. കർണാടകയിലെ ഒരു സ്റ്റേജ് ഷോയ്ക്കിടെ ഗായകൻ സോനു നിഗം നടത്തിയ പ്രതികരണം വലിയ വിവാദമായിരുന്നു. അയാൾ ഭാഷാ നിന്ദയാണ് നടത്തിയതെന്ന പരാതിയും വന്നു. കർണാടക രക്ഷണ വേദിക എന്ന സംഘടനയാണ് ഗായകൻ സോനു നിഗത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഭാഷയെ ചൊല്ലിയുള്ള നിരവധി തർക്കങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക. ഓട്ടോ ഡ്രൈവർമാരും കന്നഡ സംസാരിക്കാത്ത യാത്രക്കാരും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ പലപ്പോഴും വാർത്തയാകാറുണ്ട്. പലപ്പോഴും ഭാഷയെ ചൊല്ലിയുള്ള കയ്യാങ്കളികളും ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ദിവസം ബംഗളൂരു ഈസ്റ്റ് പോയിന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന സംഗീത പരിപാടിക്കിടെയാണ് പിന്നണി ഗായകൻ സോനു നിഗമിന് പരുഷമായ വാക്കുകൾ നേരിടേണ്ടി വന്നത്. ഹിന്ദി ഹിറ്റുകളിലൊന്ന് പാടിക്കഴിഞ്ഞപ്പോഴാണ് ഒരു വിദ്യാർത്ഥി കന്നഡ ഗാനം പാടണമെന്ന് രോഷത്തോടെ ആവശ്യപ്പെട്ടത്. വിദ്യാർത്ഥിക്ക് വേദിയിൽ വെച്ച് സോനു നിഗം നൽകിയ മറുപടി വൈറലായി. ഈ നഗരത്തിൽ വരുമ്പോഴെല്ലാം താൻ വളരെയധികം സ്നേഹത്തോടെയാണ് വരുന്നത്. തന്റെ കരിയറിൽ താൻ വിവിധ ഭാഷകളിൽ പാടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പാടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഗാനങ്ങൾ കന്നഡ ഭാഷയിലാണ്. കർണാടകക്കാർ തന്നെ അവരുടെ കുടുംബത്തെ പോലെയാണ് പരിഗണിച്ചത്. എന്നാൽ തന്റെ കരിയറിന്റെ അത്ര പോലും പ്രായമില്ലാത്ത ഒരു കുട്ടി കന്നഡയിൽ പാടാൻ ഭീഷണിപ്പെടുത്തുന്നത് ഇഷ്ടമായില്ലെന്ന് സോനു നിഗം പറഞ്ഞു. I have devised a beautiful show for you. I want to give all my songs to you. You cannot be shouting over there. This is not some. പഹൽഗാമിലെ സംഭവത്തിന് പിന്നിലെ കാരണം ഇതാണ്. നിങ്ങളുടെ മുന്നിൽ ആരാണ് നിൽക്കുന്നതെന്ന് ദയവായി മനസ്സിലാക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നായിരുന്നു സോനുവിന്റെ വിവാദമായ വാക്കുകൾ. വിദ്യാർത്ഥിയുടെ വിദ്വേഷത്തെ പഹൽഗാം സംഭവവുമായി താരതമ്യം ചെയ്തതാണ് വിവാദമായത്. സോഷ്യൽ മീഡിയയിൽ സോനു നിഗമിന്റെ വാക്കുകൾ വ്യാപകമായി പ്രചരിച്ചു. കേവലം ഒരു അഭ്യർത്ഥനയെ ഭീകരാക്രമണവുമായി ഉപമിച്ചത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ കന്നഡവാദികൾ പങ്കുവച്ചത്. ഗായകന്റെ വാക്കുകൾ കന്നഡ അഭിമാനത്തെ അസഹിഷ്ണുതയായി സാമ്യപ്പെടുത്തിയെന്നും കന്നഡിഗരെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നുവെന്നും ഇത് കർണാടകയിലെ സാമുദായിക ഐക്യത്തിന് ഭീഷണിയാകാൻ സാധ്യതയുണ്ടെന്നും പരാതിയിൽ പറയുന്നു. ശത്രുത പ്രോത്സാഹിപ്പിക്കുക, കുറ്റകരമായ അപകീർത്തിപ്പെടുത്തൽ, ഭാഷാവികാരം വ്രണപ്പെടുത്തൽ എന്നിവയ്ക്ക് ഭാരതീയ ന്യായ സംഹിതയുടെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം ഗായകനെതിരെ കേസെടുക്കണമെന്ന് സംഘടനാ നേതാവ് ധർമ്മരാജ് പോലീസിനോട് ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. മംഗളൂരുവിൽ ഒരാഴ്ചക്കിടെ നടന്ന 2 കൊലപാതകങ്ങളുടെ ഭീതിയിലാണ് ജനങ്ങൾ. ആൾക്കൂട്ടം അടിച്ചു കൊന്ന അഷ്റഫിന്റെ മരണത്തിന് പിന്നാലെ നടന്ന സുഹാസ് ഷെട്ടിയുടെ കൊലപാതകം ഇരു സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷമായി മാറിയ സാഹചര്യം. ഇതോടെ മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് അതീവ ജാഗ്രതയിലാണ്. ബജ്രംഗ് ദൾ പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യക്തിവൈരാഗ്യവും കുടിപ്പകയുമാണ് കാരണമെന്നും ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. മംഗളൂരു ബജ്പെ കിന്നിപ്പദവിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരും കൊലക്കേസ് പ്രതിയുമായ സുഹാസ് ഷെട്ടിയെ നടുറോഡിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 8 പേർ അറസ്റ്റിൽ. ബജ്പെ ശാന്തിഗുഡ സ്വദേശി അബ്ദുൽ സഫ്വാൻ, നിയാസ് മുഹമ്മദ്, മുസമ്മിൽ, കലന്തർ ഷാഫി, ആദിൽ ബഹ്റൂഫ്, നാഗരാജ്, മുഹമ്മദ് റിസ്വാൻ, രഞ്ജിത്ത് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കൊട്ടേഷൻ സംഘാംഗങ്ങളുടെ സഹായത്തോടെ നടന്ന കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ് വ്യക്തമാക്കി. 2023 സുഹാസ് ഷെട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം കേസിൽ പിടിയിലായ 1ാം പ്രതിയായ അബ്ദുൽ സഫാനെ ആക്രമിക്കുകയും നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിലുള്ള വൈരാഗ്യമാണ് കൊലയിലേക്ക് കലാശിച്ചത്. സൂറത്ത് കല്ലിൽ 2022 കൊല്ലപ്പെട്ട ഗാസിലിന്റെ സഹോദരൻ ആദിൽ മെഹ്റൂഫാണ് കൊലപാതകത്തിന് സാമ്പത്തിക സഹായം നൽകിയതെന്നും
പ്രതികൾ മൊഴി നൽകി. 2022 സുള്ളിയയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഗാസിൽ കൊല്ലപ്പെട്ടത്. ഈ കേസിൽ പ്രതിയായ സുഹാസ് ഷെട്ടി അറസ്റ്റിലായിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച 2 വാഹനങ്ങളും ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു. കേസിൽ കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്നും പോലീസ് പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം സഞ്ചരിക്കുന്നതിനിടയിൽ ബജ്പെ റോഡിൽ കിന്നിപ്പദവിൽ വെച്ചാണ് സുഹാസ് ഷെട്ടിയെ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലപാതക ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഞായറാഴ്ചയാണ് വയനാട് പുൽപ്പള്ളി സ്വദേശിയായ അഷ്റഫ് മംഗളൂരുവിൽ ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായത്. പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്നാരോപിച്ചായിരുന്നു ആൾക്കൂട്ടം ചവിട്ടിയും അടിച്ചും അഷ്റഫിനെ കൊലപ്പെടുത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെ നടന്ന സുഹാസ് ഷെട്ടിയുടെ കൊലപാതകം ഇരു സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷമായി മാറിയ സാഹചര്യവും ഉണ്ടായി. തുടർ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് കനത്ത ജാഗ്രത തുടരുകയാണ്. രാത്രികാലങ്ങളിലുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പുണ്ട്. ഒറ്റയ്ക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും അത്യാവശ്യമാണെങ്കിൽ പോലീസിന്റെ സഹായം തേടണമെന്നും നിർദ്ദേശമുണ്ട്. തുടർച്ചയായ 2 കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കർണാടക ആഭ്യന്തരമന്ത്രി മംഗളൂരുവിലെത്തി. ന്യൂസ് 18 മംഗളൂരു. ഈ നാടിന് ഇതെന്തു പറ്റി? മനുഷ്യരെ സംഘം ചേർന്ന് മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ തുടർക്കഥ. പാലക്കാട് മണ്ണാർക്കാട് നിന്ന് കേട്ടത് സമാനമായ ഭീതിപ്പെടുത്തുന്ന വാർത്തയാണ്. മണ്ണാർക്കാട് സ്വദേശിയായ യുവാവിനെ ഒരു കൂട്ടം സംഘം ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി. മർദ്ദനമേറ്റ സൽസാൽ എന്ന യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികളിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് തച്ചനാട്ടുകരയിലാണ് യുവാവിനെ ആളുകൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. ഈ സംഭവത്തിലാണ് 4 പേരെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ നാട്ടുകൽ സ്വദേശികളായ പെരുണ്ടപുറത്ത് യൂസഫ്, തൊടുകാപ്പ് വെള്ളൂർക്കാവിൽ മുഹമ്മദ് ഷിഹാബുദ്ദീൻ, പെരിന്തൽമണ്ണ മാട്രക്കൽ സ്വദേശി ഉനൈസ്, മലപ്പുറം വാഴങ്കോട് സ്വദേശി അബ്ദുൾ അസീസ് എന്നിവരാണ് പിടിയിലായത്. മർദ്ദനമേറ്റ 53-ാം മൈൽ സ്വദേശി 29 വയസ്സുകാരൻ സൽസാൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. മണ്ണാർക്കാട് ഭാഗത്തേക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സൽസാലിനെ യുവാക്കൾ കാറിൽ പിന്തുടർന്ന് 55-ാം മൈലിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് സൽസാലിന്റെ ഉടമസ്ഥതയിൽ 53-ാം മൈലിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടലിൽ അക്രമം നടത്തുകയും സൽസാലിനെ മർദ്ദിക്കുകയും ചെയ്തതിന് കുഞ്ഞൂട്ടി, ഷിഹാബുദ്ദീൻ എന്നിവർക്കെതിരെ കാപ്പ ചുമത്തിയിരുന്നു. ഇതിന്റെ വൈരാഗ്യം നിമിത്തമാണ് ഇപ്പോഴത്തെ സംഭവമെന്ന് നാട്ടുകൽ CI A ഹബീബുള്ള പറഞ്ഞു. ന്യൂസ് 18 പട്ടാമ്പി. അക്രമങ്ങളും സംഘർഷങ്ങളും തടയാനും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പോലീസ് ശക്തമായി ഇടപെടാറുണ്ട്. എന്നാൽ ഇപ്പോൾ അക്രമ സംഭവങ്ങൾക്കിടെ പോലീസുകാർക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് നിത്യസംഭവമായി മാറുന്നു. തിരുവനന്തപുരം വെള്ളറടയിൽ നിർത്തിയിട്ട വാഹനം പരിശോധിക്കാനെത്തിയ പോലീസിന് നേരെയാണ് വെള്ളറട സ്വദേശി അതിക്രമം കാട്ടിയത്. സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പോലീസിന് നേരെ അതിക്രമം നടത്തിയ വെള്ളറട സ്വദേശി ഷൈൻ മോഹനാണ് പോലീസിന്റെ പിടിയിലായത്.
രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹന പരിശോധന നടത്തുമ്പോഴാണ് പ്രതി പോലീസിനെ ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോലീസിനു നേരെയുള്ള ആക്രമണം ഉണ്ടായത്. ഫോണിൽ ലഭിച്ച വിവരം അന്വേഷിക്കാനാണ് പോലീസ് സംഭവസ്ഥലത്തെത്തുന്നത്. വെള്ളനടയിൽ നിർത്തിയിട്ടിരുന്ന വാഹനം പരിശോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ പോലീസിന് നേരെ ചാടി വീഴുന്നത്. സ്റ്റേഷനിലെ CPO പ്രദീപിന് നേരെ അതിക്രമം നടത്തിയ ശേഷം SHO പ്രസാദിന്റെ ഹെഡ്ഫോണും പ്രതി തകർത്തു. പിടിയിലായ പ്രതി മുമ്പും നിരവധി കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് കൊടുവള്ളിയിൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കള്ളപ്പണവേട്ട. കാറിൽ രേഖകളില്ലാതെ കടത്തിയ 5 കോടി രൂപയാണ് പിടികൂടിയത്. 2 കർണാടക സ്വദേശികളെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 41 ലക്ഷം രൂപയുടെ അമേരിക്കൻ ഡോളർ പിടിച്ചെടുത്തു. കൊച്ചിയിൽ നിന്ന് ക്വാലലംപൂരിലേക്ക് പോയ വിമാനത്തിലാണ് ഡോളർ കടത്താൻ ശ്രമിച്ചത്. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ കർശന പരിശോധന നടക്കുന്നതിനിടയിലാണ് സംശയാസ്പദമായ രീതിയിൽ കൊടുവള്ളിക്ക് സമീപം എളേറ്റിൽ വട്ടോളിയിൽ വാഹനം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് നടന്ന പരിശോധനയിലാണ് രേഖകളില്ലാതെ 5 കോടി രൂപ പോലീസ് പിടിച്ചെടുത്തത്. കർണാടക സ്വദേശികളായ രാഘവേന്ദ്ര, നിജിൻ അഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. വാഹനത്തിന്റെ സീറ്റിനടിയിലും പ്ലാറ്റ്ഫോമിനടിയിലുമായി 6 രഹസ്യ അറകളിലായാണ് പണം സൂക്ഷിച്ചിരുന്നത്. പ്രതികൾ ആർക്ക് വേണ്ടിയാണ് പണം എത്തിച്ചതെന്ന് വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 41.92 ലക്ഷം രൂപയുടെ അമേരിക്കൻ ഡോളർ കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇടപ്പള്ളി സ്വദേശി ജയകുമാറിനെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 100 അമേരിക്കൻ ഡോളറിന്റെ 500 കറൻസികളാണ് ഇയാളുടെ പക്കൽ നിന്ന് പിടികൂടിയത്. കൊച്ചിയിൽ നിന്ന് കോലാലംപൂരിലേക്ക് പോയ വിമാനത്തിലാണ് ഡോളർ കടത്തിന് ശ്രമിച്ചത്. മാസികയുടെ പേജുകൾക്കിടയിൽ ഒളിപ്പിച്ചാണ് 500 അമേരിക്കൻ നോട്ടുകൾ കടത്താൻ ശ്രമിച്ചത്. പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം കസ്റ്റംസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. വിവാഹ വീടുകളിൽ സ്വർണവും പണവും ഒക്കെ ഉണ്ടാകുമെന്നത് നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇങ്ങനെ സ്വർണമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ പുറമെ നിന്ന് ആളുകൾ കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം. കണ്ണൂർ കരിവെള്ളൂരിൽ നവവധുവിൻ്റെ 30 പവൻ ആഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കരിവെള്ളൂർ സ്വദേശിനിയായ നവവധുവിൻ്റെ സ്വർണമാണ് കാണാതായത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിലാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെടുന്നത്. മെയ് 1-നായിരുന്നു അർജുൻ്റെയും ആർസിയുടെയും വിവാഹം. അന്ന് വൈകുന്നേരം അഴിച്ചുവെച്ച ആഭരണങ്ങൾ ഇന്നലെ രാത്രി ബന്ധുക്കളെ കാണിക്കാനായി പരിശോധിച്ചപ്പോഴാണ് നഷ്ടപ്പെട്ടതറിഞ്ഞത്. ഭർതൃഗൃഹത്തിലെ മുകളിലത്തെ നിലയിൽ കിടപ്പുമുറിയിലെ അലമാരയിലായിരുന്നു ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. 1-ാം തീയതി വൈകിട്ട് 6-നും 2-ന് രാത്രി 9-നും ഇടയിലുള്ള സമയത്താണ് മോഷണം പോയതെന്ന് കാണിച്ച് യുവതി പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി.
20 ലക്ഷം രൂപ വില വരുന്ന ആഭരണങ്ങൾ മോഷണം പോയെന്ന പരാതിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂരിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. അലമാരയിൽ നിന്നും ആഭരണപ്പെട്ടിയിൽ നിന്നും ലഭിച്ച വിരലടയാളങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 കരിവെള്ളൂർ. വാഹന മോഷ്ടാക്കൾ നാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ട്. തക്കം കിട്ടിയാൽ ബൈക്കുകളും സ്കൂട്ടറുകളും മോഷ്ടിച്ചു കൊണ്ടുപോകും. പിന്നീട് ലഹരിക്കടത്തിനും മോഷണത്തിനുമൊക്കെയാണ് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് വീടിന് മുന്നിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചതാണ് ഒടുവിലത്തെ സംഭവം. മോഷണ സംഘം ബൈക്കുമായി കടന്നു കളയുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ ബാലരാമപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പുലർച്ചെയാണ് ബാലരാമപുരം സ്വദേശി ആനന്ദന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്ക് മോഷണം പോയത്. ബൈക്കിലെത്തിയ ഗുണ്ടാസംഘം ആനന്ദന്റെ ബൈക്കുമായി കടന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആനന്ദന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്യാറുള്ള സ്ഥലത്ത് നിന്നാണ് ബൈക്ക് കൊണ്ടുപോയത്. പുലർച്ചെ 2:30 മണിയോടുകൂടി എത്തിയ മോഷ്ടാക്കൾ 4:30 മണിക്കാണ് ബൈക്കുമായി കടന്നു കളഞ്ഞതെന്ന് CCTVയിൽ വ്യക്തമാണ്. പ്രദേശത്തെ CCTVകളും ഫോൺ ലൊക്കേഷനും കേന്ദ്രീകരിച്ചാണ് പ്രതികൾക്കായി അന്വേഷണം നടത്തുന്നത്. മോഷ്ടിച്ച ബൈക്കുമായി എത്തി കവർച്ചയും ലഹരിക്കച്ചവടവും നടത്തുന്ന സംഘത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മറ്റേതെങ്കിലും മോഷണം നടത്താനെത്തിയ സംഘം ഫലം കാണാത്തതിനെ തുടർന്ന് ബൈക്കുമായി കടന്നു കളഞ്ഞതാണോ എന്നും സംശയിക്കുന്നുണ്ട്. യമഹ പോലുള്ള ബൈക്കുകൾ മോഷ്ടിച്ച അതിന്റെ എഞ്ചിൻ തുറമുഖ മേഖലകളിൽ ബോട്ടുകളിൽ ഘടിപ്പിക്കാൻ എത്തിച്ചു നൽകുന്ന സംഘത്തിൽപ്പെട്ടവരാണോ ഇതിനു പിന്നിലെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പട്ടാപ്പകൽ വീടുകൾ കുത്തിത്തുറന്നതും സ്ത്രീകളുടെ മാല പിടിച്ചുപറിച്ചതുമായ 8 കേസുകളാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ബംഗളൂരുവിലും ചെന്നൈയിലും ഒക്കെ ഉന്നത പഠനത്തിന് പോകുന്ന മലയാളി വിദ്യാർത്ഥികൾ പണം കണ്ടെത്താൻ പല സൈഡ് ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. കൊല്ലം സ്വദേശി സുഹൈൽ നസീർ ഇതിനായി കണ്ടെത്തിയ വഴി ലഹരിക്കടത്താണ്. ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ച MBA വിദ്യാർത്ഥിയെ തിരുവനന്തപുരം അമരവിളയിൽ വെച്ച് എക്സൈസ് പൊക്കി. വാഹന പരിശോധനയ്ക്കിടെയാണ് സുഹൈലിൽ നിന്നും 190 ഗ്രാം MDMA പിടിച്ചെടുത്തത്. അന്തർ സംസ്ഥാന ബസ്സുകളിലൂടെയും ട്രെയിൻ വഴിയും കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്നുണ്ടെന്നാണ് വിവരം. സംസ്ഥാന അതിർത്തി കടന്നെത്തുന്ന ലഹരി വസ്തുക്കൾ പിടികൂടാൻ വേണ്ടി അമരവിളയിലെ എക്സൈസ് സംഘം നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് കൊല്ലം സ്വദേശി സുഹൈൽ നസീർ പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 190 ഗ്രാം MDMA എക്സൈസ് പിടിച്ചെടുത്തു. ബംഗളൂരുവിൽ നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ്സിലെ പരിശോധനയിലാണ് യുവാവിൽ നിന്നും ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. ബാഗിനുള്ളിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചാണ് MDMA കടത്തിയത്. IT മേഖലയിൽ ഉൾപ്പെടെയുള്ളവർക്ക് ബംഗളൂരുവിൽ നിന്നും MDMA ഉൾപ്പെടെയുള്ള രാസലഹരികൾ എത്തിക്കുന്ന സംഘത്തിലെ കണ്ണിയാണോ ഇയാളെന്ന് എക്സൈസ് സംഘം സംശയിക്കുന്നുണ്ട്. സുഹൈലിന് ലഹരി വസ്തുക്കൾ ലഭിച്ചത് എങ്ങനെയെന്നും ഇയാളുമായി ലഹരി ഇടപാടുകൾ നടത്തുന്നവരെക്കുറിച്ചും എക്സൈസ് സംഘം പരിശോധിക്കുന്നുണ്ട്.
വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം എത്തുമെന്നും എക്സൈസ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അന്തർ സംസ്ഥാന ബസ്സുകളിലൂടെയും ട്രെയിൻ മാർഗവും അതിർത്തി കടന്ന് ലഹരി ഒഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് എക്സൈസ് സംഘം വാഹന പരിശോധനകൾ ശക്തമാക്കിയത്. വരും ദിവസങ്ങളിൽ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. പിടിയിലായ പ്രതിയെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മലപ്പുറം ജില്ലയിൽ വൻ ലഹരി മരുന്ന് വേട്ട. എടപ്പാളിൽ ലോഡ്ജ് മുറിയിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 106 ഗ്രാം MDMA എക്സൈസ് പിടികൂടി. സംഭവത്തിൽ പട്ടാമ്പി സ്വദേശി ഷാഫിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് എത്തിച്ച് ചെറുകിട വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMA ആണ് പരിശോധനയിൽ കണ്ടെടുത്തത്. എടവണ്ണയിൽ 3.5 കിലോയോളം കഞ്ചാവുമായി 2 ബീഹാർ സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടപ്പാളിലെ സ്വകാര്യ ലോഡ്ജിൽ രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന MDMA വൻ ശേഖരം പിടിച്ചെടുത്തത്. ചെറുകിട വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 106 ഗ്രാം MDMA ആണ് പിടികൂടിയത്. പട്ടാമ്പി പട്ടിത്തറ സ്വദേശി കുമ്പളത്ത് വളപ്പിൽ ഷാഫിയെ MDMA എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തികളിൽ ചെറുകിട വിൽപ്പനയ്ക്കായി ബംഗളൂരുവിൽ നിന്നെത്തിച്ച് ലോഡ്ജ് മുറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇയാൾക്കെതിരെ NDPS ആക്ട് പ്രകാരം കേസെടുത്തു. മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ N നൌഫലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആസിഫ് ഇക്ബാൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനീത്, മുഹമ്മദ് മുസ്തഫ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ധന്യ KP, ഡ്രൈവർ മുഹമ്മദ് നിസാർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ബീഹാറിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘമാണ് പിടിയിലായത്. ബീഹാർ സ്വദേശികളായ MD സഹീർ ഖാൻ, സബീർ ആലം എന്നിവരാണ് അറസ്റ്റിലായത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും മറ്റും വിൽപ്പന നടത്താനായി എത്തിച്ച കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുത്തത്. എടവണ്ണ ചെമ്പക്കുത്ത് പൊന്നാംകുന്നിൽ വാടകയ്ക്ക് താമസിക്കുകയാണിവർ. ഇവർ താമസിക്കുന്ന വലിയ പീടികയ്ക്കൽ അലി അക്ബറിന്റെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ഇവരിൽ നിന്ന് 3.5 കിലോയോളം കഞ്ചാവാണ് പോലീസ് കണ്ടെടുത്തത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്ന കഞ്ചാവ് സ്വന്തമായി ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ NDPS ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികൾക്ക് ഇതിനു മുമ്പ് മറ്റ് കേസുകളൊന്നും ഉള്ളതായി അറിവില്ലെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. ചെറുപ്പം മുതലേ കള്ളം പറയുക, മോഷ്ടിക്കുക തുടങ്ങിയ സ്വഭാവ രീതികളുള്ള പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകാം. സ്കൂളിൽ നിന്ന് സഹപാഠിയുടെ പെൻസിലും മറ്റു വസ്തുക്കളും എടുത്തുകൊണ്ടുവരുന്ന ചില കുട്ടികളുണ്ട്. സമൂഹത്തിൻ്റെ മുന്നിൽ വളരെ നല്ലവരായി കാണപ്പെടുന്ന ഇവരുടെ കുറ്റവാസനകളെക്കുറിച്ച് ആകെ അറിയാവുന്നത് അവരുടെ മാതാപിതാക്കൾക്കോ ഉറ്റവർക്കോ മാത്രമാകും. എന്നാൽ അത് തിരുത്തി കൊടുത്തില്ലെങ്കിൽ അവർ വലിയ തെറ്റുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടിക്കാലത്തെ കുറ്റങ്ങൾ പിടിക്കപ്പെടാതെ പോകുമ്പോൾ അവരിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. പണത്തിനും ആഡംബര ജീവിതത്തിനും വേണ്ടി നടത്തുന്ന ചെറിയ തട്ടിപ്പുകളിൽ നിന്ന് വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് പതിയെ വഴിമാറാം. എത്ര വലിയ തെറ്റ് ചെയ്യുമ്പോഴും സ്ത്രീകൾക്ക് യാതൊരു കുറ്റബോധവും ഉണ്ടായിരിക്കുകയില്ല. ഒരിക്കൽ പിടിക്കപ്പെടുമ്പോഴാണ് അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് ചിന്തിക്കുക. ബാല്യകാലത്തെ ദുരനുഭവങ്ങളും ജീവിത സാഹചര്യങ്ങളുമാകാം ചില സ്ത്രീകളെ ഇങ്ങനെ ക്രിമിനലുകളാക്കുന്നത്. കൊലക്കേസിലും തട്ടിപ്പിലും കൈക്കൂലി കേസിലുമൊക്കെ പിടിക്കപ്പെട്ട സ്ത്രീകൾക്കും ഒരുപക്ഷെ ഇതുപോലുള്ള ബാല്യകാലങ്ങൾ ഉണ്ടാകാം. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.